ഹായ് മക്കളെ, കേരളം കത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പല കാര്യങ്ങളിലും കേരളം കത്തിക്കൊണ്ടിരിക്കുവാണ്. പട്ടാപ്പകൽ കൊലപാതകം, മോഷണം, പിടിച്ചുപറി, ദൈവത്തെ വരെ അടിച്ചു മാറ്റൽ, മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മറ്റ് രാജ്യങ്ങളെക്കാളും ഈ കാര്യങ്ങളിലൊക്കെ നമ്പർ ഉണ്ടാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കേരളം ലജ്ഞാവഹം എന്ന് പറഞ്ഞാൽ ലജ്ഞാവഹം. കേരളം സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ ഒന്നാം സ്ഥാനത്താണ്, വിവേകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞ് ഇപ്പോൾ കേരളം യഥാർത്ഥത്തിലൊരു ഭ്രാന്താലയമായി മാറി എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇന്ന് 1-2 ദിവസമായി ഞാനൊരു വീഡിയോ കണ്ടു. ഒരു വൃദ്ധനാണെങ്കിൽ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് വിശന്നിട്ടായിരിക്കും 1-2 ചില്ലറ തുട്ടുകളൊക്കെ എടുത്തു. മോഷണം തന്നെയാണ്, ശരിയാണ്, അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അയാളെ പട്ടിയെ തല്ലുന്നത് പോലെ പൊതുമധ്യത്തിലിട്ട് തല്ലുന്നത് കണ്ടപ്പോൾ അയാൾക്ക് തിരിച്ചു തല്ലാനുള്ള ആരോഗ്യമോ ആവതോ ഇല്ല. കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വെറും നാണക്കേട് തോന്നി കേട്ടോ. ഈ ദൈവത്തെ വരെ അടിച്ചു മാറ്റി നിൽക്കുന്ന ഉന്നതന്മാരുടെ മുൻപിൽ യവന്മാർ മുണ്ടു ഒഴിച്ചിട്ട് ഓച്ചാനിച്ച് നിൽക്കും. പക്ഷേ ഈ അടിച്ചിട്ട് തിരിച്ചടിക്കാൻ പറ്റാത്ത ഇവരെയൊക്കെയാണ് പട്ടിയെ തല്ലുന്നത് പോലെ എടുത്തിട്ട് തല്ലുന്നത് കേട്ടോ. നാണക്കേടെന്ന് പറഞ്ഞാൽ നാണക്കേട്. ഇതിന് പകരം എന്ത് വേണം? പോട്ടെ, ഞാൻ ഇതൊന്നും അല്ല കേട്ടോ പറയാൻ വന്നത്. കേരളം ചുട്ടുപൊള്ളുന്നു എന്ന് പറഞ്ഞത് ചൂടിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. വെളിയിലിറങ്ങാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ് കേട്ടോ. ഇപ്പം വെള്ളം കുടിച്ച് മടുത്തു. ഞാൻ താമസിക്കുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റമായ പാറശാലയിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞു പോയ തമിഴ്നാടാണ്. തമിഴ്നാട് പൊതുവെ എപ്പോഴും ചൂടാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ബോർഡറിലായതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര ചൂടാണ് കേട്ടോ. ബാക്കി സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് എനിക്കാണെങ്കിൽ തിരുവനന്തപുരം സിറ്റി വരെ ഒന്ന് പോകണമായിരുന്നേ. അത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, വേറൊരു ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ലൈഫിൻ്റെ എന്തോ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻറ്റി ആദ്യമായിട്ട് ഒരാളെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാനും കൂടെ ഒന്ന് ചെല്ലുമോ എന്ന് ചോദിച്ചു. ആൻറ്റിക്ക് അറിഞ്ഞുകൂടാതെ. അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പല കാര്യങ്ങൾക്കും ഞാൻ ആൻറ്റിയാണ് കേട്ടോ ഹെൽപ്പ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിയും നോ എന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ ഈ കുളിച്ചുകൊണ്ട് ഈ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അള്ളാ പടച്ചോനേ എന്ന് പറഞ്ഞ് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കിടക്കേണ്ടി വരും കേട്ടോ. അതാണ് എൻ്റെ അവസ്ഥ. തലവേദന. പിന്നെയാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഷോപ്പിൽ പോകണ്ട. രാവിലെ ആണെങ്കിൽ കഴുകാനുള്ള തുണികളൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സോപ്പ് പൊടിയൊക്കെ ഇട്ട്. പക്ഷേ വന്നിട്ട് കഴുകൽ നടക്കില്ല. എന്ത് ചെയ്യാൻ, ഇനി പോയേ പറ്റത്തുള്ളൂ. അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പോകുമ്പോഴത്തേക്കാണെങ്കിൽ മറ്റേ കാവടി എടുത്ത് പോകും, തിരിച്ചു വരുമ്പോഴത്തേക്ക് മറ്റേ ആംബുലൻസിൽ വരുമെന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ. പോകുമ്പോഴത്തേക്കുള്ള ഒരുക്കമാണേ നിങ്ങൾ കാണുന്നത്. ഭയങ്കര ത്രില്ലിൽ അങ്ങ് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. ഇതൊന്നും എനിക്ക് പരിചയമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക് ഇടുന്നതും കരി വരയുന്നതും മറ്റേ ഐബ്രോ എഴുതുന്നതും ഇതൊന്നും എനിക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്നാലും കിച്ചു പറയും, അമ്മ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് എപ്പോഴും കൂറയായിട്ടേ പോകത്തുള്ളൂ എന്ന് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു പൗഡർ ഇടും, ഒരു പൊട്ട് വയ്ക്കും. ഇതൊക്കെ തന്നെ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നെന്തോ എനിക്കൊന്ന് തോന്നി ഒന്ന് ഒരുങ്ങാമെന്ന് പറഞ്ഞിട്ട്. ഒരുങ്ങിയിട്ട് ശരിയാകുന്നില്ല. ഐബ്രോ വരച്ചപ്പോഴത്തേക്കുണ്ട് അത് മെഴുകല്ലേ. അപ്പോൾ മെഴുകി ശകലം വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. പക്ഷേ ഞാനാണെങ്കിൽ മെഴുകിനെ എടുത്തു വെച്ച് അങ്ങ് നന്നായിട്ട് മെഴുകി വെച്ച് കേട്ടോ. ഇത് പുരികത്ത് പക്ഷേ കരിമ്പൂച്ചയെ പോലെയായി. പിന്നെ ഞാൻ അതിനെ ഒന്നേന്ന് തുടച്ച് ക്ലിയറാക്കി പിന്നെയും പൗഡറിട്ട് ഞാൻ ഒരു പരുവാവും അവിടെ പോകുമ്പോഴത്തേക്ക്. ഈ പൗഡറൊക്കെ ഇട്ടാണെങ്കിൽ അങ്ങ് പോകുമ്പോഴത്തേക്ക് ഈ വേർത്ത് കുളിച്ച് ഈ പൗഡറും ഞാനും എല്ലാം കൂടെ ഒരു പരുവാവുക. ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ വെയിലേക്കത്തില്ല. പിന്നെ ബസ്സിൽ പോകുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള 1-2 ഈ സീറ്റുണ്ടല്ലോ, അതിലാണെങ്കിൽ ഇവരിങ്ങനെ സ്റ്റെപ്പ് പോലെ വച്ചിട്ടുണ്ട് പൊക്കത്തിൽ. അവിടെയാണെങ്കിൽ നമ്മൾ ഒരു ഏണി കൂടെ കൊണ്ടുപോകണം കേട്ടോ, ഈ സീറ്റിൽ വച്ച് കയറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലാണെങ്കിൽ വന്ന് വിടുന്ന് ചാവും, അവിടെ തന്നെ വന്ന് വിടുന്ന് ചാവും കേട്ടോ. പിന്നെയാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ ഈ പിടിച്ച് കയറുന്നിടത്ത് ഈ ബസ്സിൽ ഡോറിൽ പിടിച്ചിങ്ങനെ കയറുന്നിടത്ത് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തൂണോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ആ തൂണും കൂടെ പോകുന്നവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കയറുന്നതിന് മുമ്പേ ഡ്രൈവർ വണ്ടി എടുക്കും, നമ്മൾ പിടി കിട്ടാതെ അവിടെ എവിടെയെങ്കിലും റോഡിൽ എവിടെയെങ്കിലും വിടുന്ന് ചത്ത് കിടക്കും. ഹെൽമെറ്റ് വേണം, പക്ഷേ ഈ ബസ്സുകളിലൊന്നും ഇതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവരുണ്ടാക്കാറില്ല. ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ ഇത് ഇനി കണ്ടെങ്കിലും ശ്രദ്ധിച്ച് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പിന്നെയാണെങ്കിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റി ഷട്ടിലെന്ന് പറഞ്ഞ് ഒരു ബസ്സുണ്ട്. അതിലാണെങ്കിൽ പിടിക്കണമെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ കാല് പൊക്കമില്ലാത്തവർ ഇങ്ങനെ പൊങ്ങി തൂങ്ങിക്കിടന്ന് ഊഞ്ഞാലാടി പോവാം കേട്ടോ. കാല് തറയിൽ നിൽക്കത്തില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഒന്ന് KSRTCയിലുള്ള മന്ത്രി ഒന്ന് മനസ്സ് വെച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ഇതൊന്നും കാണുന്നില്ലേ മന്ത്രി?
ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതൊക്കെയായി ഇതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ് കേട്ടോ. കൊള്ളാവോ? ഇതാണ് ലാസ്റ്റ് എൻ്റെ ലുക്ക്. ഇനി വരുമ്പോഴത്തേക്കുള്ള ലുക്കും കൂടെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. എനിക്ക് എത്ര ഒരുങ്ങിയിട്ടും നോക്കിയിട്ടും ശരിയാകുന്നില്ല, എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ. ശരി, എന്തെങ്കിലുമൊക്കെ ആകട്ടെ. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ട്. അതെൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടോ? ഒരാളുടെ ഒരു ഹെയർ ഓയിൽ വാങ്ങി ഞാൻ തേച്ചതാണ്. എനിക്ക് മുടി ആവശ്യത്തിനുള്ളതുണ്ടായിരുന്നു കേട്ടോ. തിക്നെസ് ഇല്ലെങ്കിലും നീളം ഉണ്ടായിരുന്നു. ഒരു ഹെയർ ഓയിൽ, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, ഒരു ഹെയർ ഓയിൽ വാങ്ങി ഞാൻ തേച്ച് എൻ്റെ മുടി അത്രയും കൊഴിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് ഈ പരസ്യങ്ങളിൽ കാണിക്കുന്ന ഹെയർ ഓയിൽ വാങ്ങി തേക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായത്. അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി കേട്ടോ. അങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കണ്ടുപോയപ്പോൾ നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുണ്ട് ബസ് മാറി കയറിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. ബസ് മാറി കയറിയതല്ല, സംഭവം പോകേണ്ടതിനെ ചുറ്റിയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് വേറൊരു ബസ്സിൽ കയറി ഇവിടെ നമ്മൾ സ്ഥലത്തെത്തിയിട്ട് അവിടെ ഇരുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ചിലപ്പോൾ എനിക്ക് മറവി രോഗമുണ്ട്. അവിടെ ഇരുന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വരുന്നതാണ്. നടന്നു വന്നപ്പോഴത്തേക്കാണെങ്കിൽ ആൻറ്റി കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ വയ്യ, കുടയാണെങ്കിൽ ആൻറ്റി പിടിച്ച് കയറണം കേട്ടോ, നല്ല വെയിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്ക് നടക്കാൻ വയ്യ, നമുക്കാണെങ്കിൽ ഓട്ടോയിലോ എന്തെങ്കിലും കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി ആണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഈ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അടുത്ത അമ്പാനൂർ വന്ന് ബസ്സിൽ കയറിയപ്പോഴത്തേക്കുണ്ട് ബസ് പകുതി എത്തിയപ്പോഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ആ പൊരി വെയിലത്ത് നിന്ന് വേറൊരു ബസ്സിൽ കയറി ഒരു പരുവായി കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്ക്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഞായറാഴ്ചത്തെ വിശേഷം.